സംഘവും ഒടുവിൽ ഭൂമിയിലെത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ സമയം പുലർച്ചെ 3:40 ഇവരെ വഹിച്ചുകൊണ്ട് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ 9 പേടകം ഫ്ലോറിഡ തീരത്തിന് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്കയിൽ ഇറങ്ങിയത്. ബുച്ച് വിൽമോർ, ഡിക് ഹേഗ്, അലക്സാണ്ടർ ഗോബ്നോ, സുനിത വില്യംസ് എന്നീ ബഹിരാകാശ യാത്രികർ സുരക്ഷിതരായി പുറത്തെത്തിയിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ കടൽപ്പരപ്പിലിറങ്ങിയ പേടകത്തിനടുത്തേക്ക് ആദ്യം എത്തിയത് നേവിയുടെ ബോട്ടുകളാണ്. 10 മിനിറ്റോളം നീണ്ട സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം പേടകത്തെ MV മേഗൻ എന്ന റിക്കവറി ഷിപ്പിലേക്ക് മാറ്റി. 4:10 പേടകത്തിന്റെ വാതിൽ തുറന്നു. 4:25 യാത്രികരെ ഓരോരുത്തരായി പുറത്തിറക്കുന്നത് നമ്മൾ കണ്ടു. മൂന്നാമതാണ് സുനിത വില്യംസ് പുറത്തിറങ്ങിയത്. ഇവരെ പ്രത്യേക സ്ട്രെച്ചറിൽ മെഡിക്കൽ പരിശോധനകൾക്കായി ഇപ്പോൾ ഹൂസ്റ്റണിലെ കേന്ദ്രത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിറഞ്ഞ ചിരിയോടെ ചുറ്റിലും കൂടിയവർ കയ്യടികളോടെയാണ് ഇവരെ സ്വീകരിക്കുകയും ചെയ്തത്. ഡ്രാഗൺ ക്യാപ്സ്യൂൾ ഭൂമിയിലേക്ക് സുരക്ഷിതമായി ഇറക്കിയതോടെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. 17 മണിക്കൂറാണ് ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂമിയിലേക്ക് എത്തുന്നതിന് വേണ്ടി എടുത്തത്. പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, റഷ്യയുടെ സോയൂസ് പേടകമൊക്കെ 3.5 മണിക്കൂർ കൊണ്ട് ഭൂമിയിലേക്ക് എത്തുന്നില്ല, എന്തിനാണ് ഈ 17 മണിക്കൂർ എടുത്തതെന്നത്? സായ്കുമാർ, അതിനുള്ള ഉത്തരവ് എന്ന് പറയുന്നത് ഏറെ സൂക്ഷ്മതയോടെ അതിസങ്കീർണമായ ദൗത്യം പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു എന്നതാണ്. പല ഘട്ടങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഇഗ്നൈറ്റ് ചെയ്യാൻ, കത്താനുള്ള, ജ്വലനത്തിനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മറികടക്കുന്നതിന് വേണ്ടി വളരെ സാവകാശം ഓരോ ഘട്ടവും സൂക്ഷ്മമായി തന്നെ വിലയിരുത്തിക്കൊണ്ടാണ് നാസ മുന്നോട്ട് പോയത്. അതുതന്നെയാണ് പഴുതുകളില്ലാതെ ഈ ദൗത്യം വിജയത്തിലെത്തിക്കുന്നതിൽ, കൃത്യസമയത്ത് തന്നെ അവസാനിപ്പിക്കുന്നതിലും കലാശിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര സമയം വേണ്ടി വന്നതും, അല്ലേ? തീർച്ചയായും. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, റഷ്യൻ ബഹിരാകാശ പേടകമടക്കം 3 മണിക്കൂർ കൊണ്ട് ഇതുപോലെയുള്ള ദൗത്യം പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ ചെറിയ ഒരു കണിക പോലും വീഴ്ച ഉണ്ടാകരുത് എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്ര ദൈർഘ്യമേറിയ ഒരു ദൗത്യം എടുത്തത്. 17 മണിക്കൂർ എന്നുള്ളത് ബഹിരാകാശ ദൗത്യത്തെ സംബന്ധിച്ച് ദൈർഘ്യമേറിയ ഒരു സമയമായിട്ടാണ് കാണുന്നത്. ഇത്രയധികം ദൂരം ചുരുങ്ങിയ സമയം കൊണ്ട് എത്തിക്കുന്ന ഒരുപാട് ദൗത്യങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സുനിത വില്യംസിനെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു സംഘത്തെ സംബന്ധിച്ചിടത്തോളം, അവർ ഇത്ര വലിയൊരു ദൗത്യത്തിനായി പോയ ആളുകളല്ല. വെറും 8 ദിവസത്തെ ദൗത്യത്തിന് വേണ്ടി മാത്രം പോയ ആളുകളാണ്. അവർ പോയ പേടകത്തിലല്ല അവർ തിരികെ വരുന്നത്. ഏകദേശം 4ഓളം പേടകങ്ങൾ അവർക്ക് മാറിക്കയറേണ്ടി വന്നിട്ടുണ്ട്. അതന്നെ ഒരു റെക്കോർഡാണെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അത്രയധികം സങ്കീർണതകൾ ഉണ്ടായൊരു ദൗത്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു 17 മണിക്കൂർ എന്ന ഒരു ദൗത്യത്തിലേക്ക് ഏറ്റവും ഒടുവിൽ നാസ തന്നെ എത്തുകയും ചെയ്തത്. ആ ഒരു ദൗത്യമാണ് ഇപ്പോൾ വിജയകരമായി പര്യവസാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും നമുക്ക് സുനിത വില്യംസിനെ കുറിച്ച് പറയാതെ പോകാൻ കഴിയില്ല. അവർ ഒരു സൈനിക കൂടിയാണ്. ആ ഒരു നിശ്ചയദാർഢ്യം അവർ കൃത്യമായി പ്രകടിപ്പിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് കഴിഞ്ഞു പോയത്. ഇനിയിപ്പോൾ ബഹിരാകാശത്ത് അവർ ചെലവഴിച്ച സമയത്ത് അവർ പഠിച്ച കാര്യങ്ങൾ, അവർ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ, അതിൻ്റെയൊക്കെ ഫലം നമ്മളിനി അനുഭവിക്കാൻ പോവുകയാണ്. ഒരു ഇന്ത്യൻ വംശജ എന്നുള്ള രീതിയിൽ നമുക്ക് അഭിമാനിക്കുകയും ചെയ്യാം. ഗുജറാത്തിലെ ജുലാസൻ പ്രദേശത്ത് നിന്നാണ് സുനിത വില്യംസ്. ഇപ്പോൾ ജുലാസനിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ വലിയ ആഘോഷമാണ്. സുനിത വില്യംസിന്റെ മടങ്ങിവരവ് പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും അവർക്ക് ആഘോഷിക്കാൻ വക നൽകുന്ന രാജ്യത്തിൻ്റെ ഒരു പുത്രിയായ സുനിത വില്യംസൺ ഇതിനോടകം വാഴ്ത്തുകയും ചെയ്തു. അവർ ഗുജറാത്തിലെ ജുലാസൻ പ്രദേശത്ത് നിന്നാണ് സുനിത വില്യംസിൻ്റെ പൂർവികർ അമേരിക്കയിലേക്ക് കുടിയേറിയത്. ഹയോയിലെ യൂക്ലിഡിൽ ഡോക്ടർ ദീപകിൻ്റെയും ബോണി പാണ്ഡ്യയുടെയും മകളായിട്ടാണ് സുനിത വില്യംസിൻ്റെ ജനനം. ചെറുപ്പകാലം മുതൽ തന്നെ വ്യോമയാന മേഖലയിലുള്ള അടങ്ങാത്ത അഭിനിവേശമാണ്, അടങ്ങാത്ത ആഗ്രഹമാണ് ഇത്ര വലിയ സ്വപ്നം എത്തിപ്പിടിക്കാനുള്ള, ഇത്ര വലിയ നേട്ടം സ്വന്തമാക്കാനുള്ള സുനിത വില്യംസിൻ്റെ നിശ്ചയദാർഢ്യത്തിന് പിന്നിൽ. അവർ US നേവിയിൽ ചേരാൻ പ്രേരിപ്പിച്ചതും വ്യോമയാന മേഖലയോടുള്ള അവരുടെ അടങ്ങാത്ത അഭിനിവേശമാണ്. അമേരിക്കൻ സൈന്യത്തിൽ ഹെലികോപ്റ്റർ പൈലറ്റാകുന്ന കാലത്താണ് സുനിത മൈക്കിളിനെ പരിചയപ്പെടുന്നത്. അത് പിന്നീട് പ്രണയമായി. 33-ാം വയസ്സിൽ നാസയുടെ ബഹിരാകാശ യാത്രികയായി 33-ാമത്തെ വയസ്സിൽ തന്നെ സുനിത വില്യംസ് തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. തീവ്ര പരിശീലനത്തിന് ശേഷം 2006 ഡിസംബറിലാണ് ബഹിരാകാശ വാഹനമായ ഡിസ്കവറിയിൽ അവർ ആദ്യ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര നടത്തുന്നത്. പിന്നീട് അങ്ങോട്ട് അതിസാഹസങ്ങളായിട്ടുള്ള, ആരും അമ്പരന്നു പോകുന്ന, അല്ലെങ്കിൽ ബഹിരാകാശ യാത്രയിലേക്ക്, ലോകത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആരും കൊതിച്ചു പോകുന്ന നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന ഒരു സുനിത വില്യംസിനെയാണ് നമ്മൾ കാണുന്നത്. ബഹിരാകാശത്ത് നിരവധി റെക്കോർഡുകൾ അവർ നടത്തുന്നു. ബഹിരാകാശത്ത് മാരത്തൺ പൂർത്തിയാക്കിയ ആദ്യ വ്യക്തിയാണ്. 195 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച വനിത എന്നിങ്ങനെ സ്വന്തം പേരിൽ ഒട്ടനവധി റെക്കോർഡുകൾ ചേർത്ത് വെച്ചുകൊണ്ടാണ്
ഈയൊരു ദൗത്യവും ഇപ്പോൾ സുനിത വില്യംസ് പൂർത്തിയാക്കുന്നത്. ബഹിരാകാശ പേടകത്തിന് പുറത്ത് 50 മണിക്കൂറിലധികം നീണ്ട 7 ബഹിരാകാശ നടത്തങ്ങളാണ് ഈ ദൗത്യത്തിൽ സുനിത വില്യംസ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതോടെ ഏറ്റവും കൂടുതൽ ബഹിരാകാശ യാത്ര നടത്തിയ വനിതാ ബഹിരാകാശ യാത്രയായി മാറുന്നു. ഈ വർഷം ജനുവരിയിൽ 5 മണിക്കൂറും 26 മിനിറ്റും അവർ ബഹിരാകാശത്ത് നടന്നു. അതുതന്നെ ഒരു വനിതയുടെ മൊത്തം ബഹിരാകാശ നടത്ത സമയത്തിൻ്റെ റെക്കോർഡും തകർത്ത ഒരു നേട്ടം കൂടിയായിരുന്നു. അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ, ഒട്ടനവധി റെക്കോർഡുകൾ തൻ്റെ പേരിൽ ചാർത്തിക്കൊണ്ടാണ് സുനിത വില്യംസ് ഈ യാത്ര പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്നിട്ടും ബഹിരാകാശത്തോടുള്ള അഭിനിവേശം സുനിത വില്യംസിന് മതിയായിരുന്നില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തു വരുന്നതിലുള്ള അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വരുന്നതിലുള്ള ഒരു സങ്കടം അവരുടെ മുഖത്തുണ്ടായിരുന്നു. അവിടെ എത്രമാത്രം ആനന്ദത്തോടു കൂടിയാണ് അവിടെയുള്ള ഓരോ നിമിഷവും അവർ ചെലവഴിച്ചത് എന്നുള്ളത് ഇതിനു മുൻപുള്ള നമുക്ക് ഈ ദൗത്യത്തിന്റെ നാൾ വഴികളൊന്ന് പരിശോധിച്ചാൽ നമുക്കറിയാവുന്നതുപോലെ 2024 മെയ് 6-നാണ് ആദ്യമായി സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും വഹിച്ചുകൊണ്ട് ബോയിങ് സ്റ്റാർലൈനറിന്റെ വിക്ഷേപണം നടത്താൻ തീരുമാനിച്ചത്. പക്ഷേ സാങ്കേതിക തകരാറിനെ തുടർന്ന് അപ്പോൾ തന്നെ അത് മാറ്റിവെക്കുന്നു. ഹീലിയം ചോർച്ചയായിരുന്നു അന്നും പ്രതിസന്ധിയായത്. അത് പരിഹരിച്ച് ജൂൺ 1-ന് വിക്ഷേപണം നടത്തുമെന്ന് നാസ അറിയിക്കുകയാണ്. ജൂൺ 5-നാണ് ഒടുവിൽ 2024 ജൂൺ 5-നാണ് സുനിതയും വിൽമോറിനെയും വഹിച്ചുകൊണ്ട് ബോയിങ് സ്റ്റാർലൈനർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത്. 8 ദിവസത്തെ ദൗത്യമായിരുന്നു പ്ലാൻ ചെയ്തത്. ജൂൺ 14-ന് മടങ്ങിയെത്തും എന്നറിയിക്കുകയും ചെയ്തു. പിറ്റേന്ന് ജൂൺ 6-ന് 2024 ജൂൺ 6-നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇരുവരും എത്തിച്ചേർന്നത്. പക്ഷേ ജൂൺ 11 ആയതോടെ 5 ദിവസം കഴിഞ്ഞതോടെ തിരിച്ചടികൾക്ക് തുടക്കമായി. വീണ്ടും ഹീലിയം ചോർച്ച അനുഭവപ്പെട്ടു. മടക്കയാത്ര അങ്ങനെ മാറ്റിവെക്കുന്നു. പക്ഷേ അവിടെ നിന്ന് അവർക്ക് മടങ്ങാൻ കഴിയാതെ കുടുങ്ങിപ്പോകുന്ന അവസ്ഥയായി. പിന്നീട് 2024 ഓഗസ്റ്റ് 24-ന് ബോയിങ് സ്റ്റാർലൈനർ പകരം മറ്റൊരു ബഹിരാകാശ പേടകത്തിൽ ഇരുവരെയും എത്തിക്കുന്നു എന്ന് നാസ അറിയിക്കുകയാണ്. അങ്ങനെ 2024 സെപ്റ്റംബർ 7-ന് യാത്രികരില്ലാതെ സ്റ്റാർലൈനർ മടങ്ങിയെത്തി. പക്ഷേ പിന്നീട് പലതവണ അത്തരത്തിൽ തിരിച്ചുവരവിനുള്ള ശ്രമങ്ങൾ നടന്നു. 2024 സെപ്റ്റംബർ 28-നാണ് സ്പേസ് എക്സ് ഡ്രാഗൺ ഫ്രീഡം പേടകത്തിലെ നാസയിലെ മറ്റ് 2 ബഹിരാകാശ യാത്രികർ ബഹിരാകാശ നിലയത്തിലെത്തുന്നത്. അതായത് സുനിത വില്യംസും ബുച്ച് വിൽമോറിനും പുറമെ 2 പേർ കൂടി എത്തുന്നത് 2024 സെപ്റ്റംബർ 28-നാണ്. ഡിസംബറിൽ വീണ്ടും മടക്കയാത്ര ഉണ്ടാകുമെന്ന് അറിയിച്ചു. പിന്നീട് ഫെബ്രുവരിയിലേക്ക് മാറി, ഏപ്രിലിലേക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഓരോ സമയത്തും പ്രതിസന്ധി നേരിട്ടപ്പോഴാണ് വീണ്ടും ഇതിൽ പ്രതിസന്ധികൾ ഉണ്ടാവുകയും സ്പേസ് എക്സ് ഒടുവിൽ സഹായ വാഗ്ദാനവുമായി എത്തുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത് ഇപ്പോൾ എന്നതാണ്. 9 മാസത്തെ കാത്തിരിപ്പിനാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്. 17 മണിക്കൂർ എടുത്തുകൊണ്ടാണ് പേടകം ഇപ്പോൾ ഭൂമിയിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ രാവിലെ 10:30 സുനിത വില്യംസും സംഘവുമായി പേടകം ഭൂമിയിലേക്ക് തിരിച്ചത്. 10:15 തന്നെ ഹാച്ചിങ് പൂർത്തിയാക്കിക്കൊണ്ടാണ് ഭൂമിയിലേക്ക് തിരിച്ചത്. ഇന്നിപ്പോൾ പുലർച്ചെ 2:41-നാണ് നിർണായകമായ ഡി ഓർബിറ്റ് ബേൺ പ്രക്രിയ നടന്നതും. നമ്മൾ ആശങ്കയോടെ കാത്തിരുന്ന സമയം അതുതന്നെയായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഫ്രിക്ഷൻ അനുഭവപ്പെടുമോ, ഏതെങ്കിലും തരത്തിൽ അപകടങ്ങൾ സംഭവിക്കുമോ എന്നത് ആശങ്കയോടെ നോക്കിയിരുന്നത്. പക്ഷേ 2:41-ന് തന്നെ ഡി ഓർബിറ്റ് ബേൺ പ്രക്രിയ നടന്നു. വേഗം കുറച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഡ്രാഗൺ പേടകം പ്രവേശിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ 3:27-നാണ് സ്പേസ് എക്സിൻ്റെ ക്രൂ 9 ഡ്രാഗൺ പേടകം മെക്സിക്കോ ഉൾക്കടലിൽ പതിച്ചത്. അത് വളരെ വിജയകരമായി പൂർത്തിയാക്കി. പിന്നീട് പേടകം കടലിൽ നിന്നുയർത്തി ഷിപ്പിലേക്ക് മാറ്റി കരയിലേക്ക് എത്തിച്ചു. സഞ്ചാരികളെ പുറത്തിറക്കി. അഭിമാനകരമായ സന്തോഷത്തിൻ്റെ ആ നിമിഷങ്ങൾ തത്സമയം നാസ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ആ ദൃശ്യങ്ങളും വിവരണവും റിപ്പോർട്ടറും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. 2:40-ന് ട്രങ്ക് വേർപെട്ടു. 2:41-നാണ് ഡി ഓർബിറ്റ് ബേൺ പ്രക്രിയയ്ക്ക് തുടക്കമായത്. 2:49-ന് ഡി ഓർബിറ്റ് ബേൺ പൂർത്തിയാക്കി. 3:10-ന് ഇവർ സുരക്ഷിതരാണ്. യാത്രികർ ഡി ഓർബിറ്റിന് ശേഷം ബേൺ പ്രക്രിയയ്ക്ക് ശേഷം സുരക്ഷിതരാണെന്ന സന്ദേശം വന്നു. 3:20-ന് വീണ്ടും ഡ്രാഗൺ പേടകം ഭൂമിയിലേക്ക് വന്നു. 3:27-നാണ് മെക്സിക്കൻ കടലിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്തത്. മനോഹരമായ ഒരു സ്പ്ലാഷ് ഡൗൺ ആയിരുന്നു അത്. മേഘങ്ങൾക്കിടയിലൂടെ നീലാകാശത്ത് നിന്ന് 4 പാരച്യൂട്ടുകളിൽ വഹിച്ചുകൊണ്ട് ആ പേടകം താഴേക്ക് എത്തുന്ന കാഴ്ച ഒരുപക്ഷെ ഈ സന്തോഷപ്പുലരി എന്ന് തന്നെ നമ്മൾ പറയണം. സൂര്യൻ ഉദിച്ചുയരുന്ന ആ സമയത്ത് ഒരു വിജയിയെപ്പോലെ ആ പേടകം താഴേക്ക് പതിക്കുന്നത് നമ്മൾ കൊണ്ട് ആ മനോഹരമായ ദൃശ്യം ഒരുപക്ഷെ ബഹിരാകാശ ചരിത്രത്തിൽ നമ്മൾ കണ്ട ഏറ്റവും മനോഹരമായ ആശ്വാസകരമായ നിമിഷമാണ്. ഒരു സാധാരണ പ്രക്രിയ എന്ന് ശാസ്ത്രലോകം ഇതിനെ വിലയിരുത്തുമ്പോൾ പോലും സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും 9 മാസത്തിന് ശേഷം തിരിച്ചെത്തിച്ച ഈ ദൗത്യം അത് ചരിത്രം കുറിച്ചത് തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ വയ്യ. നാസയ്ക്ക്, സ്പേസ് എക്സിന് രാഷ്ട്രീയമായി തന്നെ ചിന്തിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊക്കെ തന്നെ വിജയം അവകാശപ്പെടാവുന്നതാണ് ഈ ദൗത്യത്തിൽ. 9 മാസത്തിന് ശേഷം കുടുങ്ങിക്കിടന്ന ബഹിരാകാശ യാത്രികരെ എത്തുന്നു.
അതൊരു ചരിത്ര നിമിഷം തന്നെയായിരുന്നു. മാത്രമല്ല നിരവധി പരീക്ഷണങ്ങൾ നടത്തി അതിൻ്റെ തുടർ പരീക്ഷണങ്ങളൊക്കെ സജ്ജമായിക്കൊണ്ട് തന്നെയാണ് സുനിത വില്യംസ് റെക്കോർഡുകൾ കുറിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത്. നാസയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ തുടർ പരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. അതൊക്കെ തന്നെയും ബഹിരാകാശ രംഗത്ത് വലിയ മുതൽക്കൂട്ടാകുമെന്നതിലും തർക്കമില്ല. നമുക്കറിയാവുന്നതുപോലെ ചരിത്രം സൃഷ്ടിച്ച ഈ ദൗത്യത്തിൻ്റെ പൂർണ്ണ രൂപം റിപ്പോർട്ടർ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തതാണ്. സായികുമാർ നമ്മോടൊപ്പം തുടരുന്നുണ്ടായിരുന്നു. ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. 3:30 തന്നെ റിക്കവറി കപ്പൽ പേടകത്തിനടുത്ത് എത്തുകയും 3:45 തന്നെ എല്ലാ യാത്രികരെയും പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങളിൽ. ഈ പേടക സ്പ്ലാഷ് ഡൗൺ ചെയ്ത സമയത്ത് അമേരിക്കൻ നാവികസേന അടുത്തെത്തുന്നതിന് മുൻപ് തന്നെ ഡോൾഫിനുകളൊക്കെ തുള്ളിക്കളിച്ച പേടകത്തിന് ചുറ്റുമായി നീന്തി കയറുന്നത് നമ്മൾ കണ്ടതുമാണ്. അങ്ങനെ പ്രകൃതി പോലും ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ കൂട്ടുനിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇത് പേടകം കരയ്ക്ക് എത്തിച്ച ശേഷമുള്ള ആദ്യ ദൃശ്യങ്ങളായിരുന്നു. അവർ കൈ ഉയർത്തി വീശി കാണിച്ചുകൊണ്ട് ലോകത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. ഏതായാലും ചിരിച്ച സന്തോഷവാന്മാരായി തന്നെ അവർ പുറത്തിറങ്ങിയിരിക്കുന്നു. നാസയുടെ പ്രത്യേക കേന്ദ്രത്തിലെത്തിച്ച ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓരോ ശരീരഭാഗങ്ങളെയും ഏത് തരത്തിലാണ് ഈ 9 മാസത്തെ വാസം അവരെ ബാധിച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ് നമുക്കറിയേണ്ടത്. വലിയ സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതൊക്കെ തന്നെയും പരിശോധിച്ചു വരികയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം തന്നെ ഇവരെ പരിശോധിക്കുന്നു.